പ്രസിദ്ധ എഴുത്തുകാരനായ തിയഡോർ ടിൽട്ടൺ രാജാവിൻ്റെ മോതിരം എന്ന പേരിലൊരു മനോഹരമായ കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിലെ പ്രധാന കഥാപാത്രമായ രാജാവ് തനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന അവസരത്തിൽ തൻ്റെ മോതിരത്തിലേക്ക് നോക്കി അത് ശ്രദ്ധാപൂർവം വായിക്കും. ആ മോതിരത്തിൽ എഴുതിയിരുന്ന ഇങ്ങനെയാണ്: ഇതും കടന്നു പോകും. ഒരുപക്ഷെ വലിയൊരു വിജയത്തിൻ്റെ ആരവത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിലായിരിക്കാം മനസ്സിൽ അഹങ്കാരം തോന്നുമ്പോൾ അദ്ദേഹം വായിക്കും: ഇതും കടന്നു പോകും. ഒരുപക്ഷെ ആരെങ്കിലും തന്നെ ചതിച്ച വേദനയിലൂടെ കടന്നു പോകുന്ന അവസരമാകാം. അപ്പോഴും അദ്ദേഹം വായിക്കും: ഇതും കടന്നു പോകും. തനിക്ക് പറ്റിയ ഏതെങ്കിലും ഒരു അബദ്ധത്തെക്കുറിച്ചുള്ള കുറ്റബോധം കൊണ്ട് നിറയുന്ന അവസരമാകാം. അപ്പോഴും അദ്ദേഹം തന്റെ മോതിരത്തിൽ വായിക്കും: ഇതും കടന്നു പോകും. നാം നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതും കടന്നു പോകും. യേശു തന്റെ അടുത്ത് വന്ന ആളുകളോട് ഇക്കാര്യം പറയാനായി ശ്രമിക്കുന്നുണ്ട്. പാപത്തിന്റെ കുഴിയിൽ വീണവരാകാം, സാരമില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷ നേടി പുതിയൊരു ജീവിതം സാധ്യമാണ്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് ആർത്തിയിൽ കഴിയുന്ന ഒരു വ്യക്തിയാകാം. അത് നിങ്ങളുടെ സമാധാനം എടുത്ത് കളഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ അടുത്ത് വരുമ്പോൾ സക്കേവൂസിനെ പോലെ ആളുകൾ ഒരു സത്യം മനസ്സിലാക്കും: സമ്പത്തും കടന്നു പോകാനുള്ളത് ആണ്. എനിക്ക് ആവശ്യത്തിലേറെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമില്ല. നാളെക്കുറിച്ച് നാളെ തന്നെ അസ്വസ്ഥമായിക്കൊള്ളും. നീ ഇപ്പോൾ അതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. ഇന്നിൽ ജീവിക്കുക എന്നത് ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ഇന്ന് നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു, ഇന്ന് നീ മാനസാന്തരപ്പെടുവിൻ എന്നെല്ലാം വിശുദ്ധ ബൈബിള് ആവർത്തിച്ച് പറയുന്ന ഒരു സന്ദേശമാണ്. മാന്റിനോ എഴുതിയ റിട്ടേൺ ഓഫ് ദി റാഗ് പിക്കർ എന്ന ഗ്രന്ഥത്തിലെ പോർട്ടർ എന്ന കഥാപാത്രം പറയുന്നുണ്ട്: ഞാൻ കഴിഞ്ഞ കാലത്തെയും വരാൻ പോകുന്ന കാലത്തെയും കുറിച്ച് ആകുലപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല. ഇന്നിൽ ജീവിക്കുവാനായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇന്നേ ദിവസം എത്രയും നന്നായി ചെലവഴിക്കാനായി പറ്റുമോ അത്ര നന്നായി ഞാൻ ചെലവഴിക്കും. എന്നിൽ നിന്നും ചില കാര്യങ്ങൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നന്നായി ഞാൻ ആ കാര്യം ചെയ്യും. ഇന്നേ ദിവസം എല്ലാവരോടും ഞാൻ കഴിയുന്നത് സൗമ്യമായി പെരുമാറാനായിട്ട് ശ്രമിക്കും. ഇന്നേ ദിവസം പ്രതിബന്ധങ്ങളിൽ ഞാൻ പതറാനായി പോകുന്നില്ല. ദൈവതൃക്കരങ്ങളിൽ എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ ഇന്നേ ദിവസം സന്തോഷത്തോടെ ജീവിക്കാനായി തീരുമാനമെടുത്തിരിക്കുന്നു. തീർച്ചയായും കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തിരുത്തേണ്ട കാര്യങ്ങൾ നാം തിരുത്തണം. ഭാവിയിൽ നന്നായി ചെയ്യാനായി നാം തീരുമാനമെടുക്കണം. പക്ഷേ ഇന്നേ ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓരോ ദിവസവും നമ്മെക്കൊണ്ട് പറ്റുന്നത് പോലെ നന്നായി കാര്യങ്ങൾ ചെയ്യാനായി ശ്രദ്ധിക്കുകയും അപ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും അനുഗ്രഹപ്രദമായി മാറും. വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞു: കഴിഞ്ഞ കാലത്തെ കർത്താവിൻ്റെ കരുണയ്ക്കായി വിടുക, വരാൻ പോകുന്ന നാളുകളെ കർത്താവിൻ്റെ പരിപാലനയിൽ സമർപ്പിക്കുകയും ഇന്നേ ദിവസം ദൈവത്തിൽ ആശ്രയിച്ച് നന്നായി ജീവിക്കാനായി ശ്രദ്ധിക്കുകയും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി.